എപ്പോഴൊക്കെ മെറ്റീരിയൽ ഗോൾഡ് വാങ്ങേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ള ഒരു സന്ദേഹമാണ് സ്വർണത്തിന് വില കയറുമോ അതോ കുറയുമോ എന്നുള്ളത്. ഇപ്പോൾ എക്കാലത്തെയും ഉയർന്ന വിലയിൽ സ്വർണം നിൽക്കുമ്പോൾ ഇത് ഏതൊരാളെയും ഇത്തരത്തിൽ തന്നെ സന്ദേഹിപ്പിച്ചേക്കാം, ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം. അതായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെയും ഈ തമ്പനയിൽ ആകർഷിക്കാനുണ്ടായ കാരണം. ഒരു ആവശ്യം വരുമ്പോൾ നമ്മളുടെ വ്യക്തി ജീവിതത്തിലെ ആവശ്യങ്ങൾ പലതായിരിക്കാം സ്വർണം വാങ്ങേണ്ടി വരുന്നതിൻ്റെ. എന്നാൽ വില കൂടുന്നോ കുറയുന്നോ എന്ന് കണക്കാക്കാതെ അപ്പോഴത്തെ ആവശ്യത്തിനനുസരിച്ച് നാം പലപ്പോഴും സ്വർണം വാങ്ങാൻ നിർബന്ധിതരാവുകയാണ്. എന്നാൽ എപ്പോഴെങ്കിലും ഈ സ്വർണം വിൽക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വർണം വിൽക്കുമ്പോൾ നമുക്ക് എന്തു വില ലഭിക്കും? ആരെങ്കിലും എടുക്കാനുണ്ടോ? നമ്മൾ വാങ്ങിയിരുന്ന വില ഉയർന്നതായിരുന്നോ? വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടം വരുന്നുണ്ടോ എന്നിങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ ഇത് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ സ്വർണം വാങ്ങുന്നതിന് ഒരു ബ്രേക്ക് ഇട്ടേക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വീഡിയോ പൂർണ്ണമായും കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ ചിന്തകളിലും ഒരു പുതിയ സ്പാർക്ക് കടന്നുകൂടും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു 10 മിനിറ്റ് ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ചെലവഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് മാർക്കറ്റ് വേവ്സ്, ഞാൻ സ്കറിയ പഴയമഠം. സ്വർണ്ണാഭരണം സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുമെന്ന് സങ്കല്പിച്ചിരുന്ന കാലം. ഒരു പെൺകുട്ടി അവളുടെ വളർച്ചയുടെ പടവുകളിൽ തൻ്റെ വിവാഹ നാളുകളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ സ്വർണ്ണാഭരണമണിഞ്ഞിരുന്ന തന്നെ സ്വപ്നം കണ്ടിരുന്ന കാലം. ഒരു പെൺകുഞ്ഞ് പിറന്നാൽ അപ്പോൾ മുതൽ ആ കുട്ടിയുടെ വിവാഹ നാളിൽ തൻ്റെ മകൾ സ്വർണ്ണാഭരണം അണിഞ്ഞു നിൽക്കുന്നത് സ്വപ്നം കണ്ടിരുന്ന പിതാവിൻ്റെ കാലം. ആ കാലം കഴിഞ്ഞുപോയി, അഥവാ ആ തലമുറ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ഒരു പിതാവ് സ്വപ്നം കാണുന്നത് തൻ്റെ കുഞ്ഞിന് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനെക്കുറിച്ചും സമൂഹത്തിൽ അവൻ ഏറ്റവും ഉയർന്ന പദവികൾ അലങ്കരിക്കുന്നതിനെക്കുറിച്ചുമാണ് സ്വപ്നം കാണുന്നത്. അതുപോലെ തന്നെ ചിന്തകൾ വളർന്നു തുടങ്ങുമ്പോൾ ഏതൊരു കുട്ടിയും ഏതൊരു വ്യക്തിയും, പ്രത്യേകിച്ച് ഇന്നത്തെ പെൺകുട്ടികൾ സ്വപ്നം കാണുന്നത് അവർ സമൂഹത്തിൽ അലങ്കരിക്കുന്ന പദവികളെക്കുറിച്ചാണ്. അതാണ് അവരുടെ അലങ്കാരമെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു കുഞ്ഞു പിറക്കുമ്പോൾ ഒരു പിതാവ്, അത് ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും, അയാൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാകുന്ന രീതിയിലേക്ക് അതിനാവശ്യമായി വരുന്ന വിദ്യാഭ്യാസം നൽകുക എന്നതിൽ ശ്രദ്ധയൂന്നുന്നു എന്നുള്ളത് ഇന്നത്തെ യുവതലമുറയെ പരിശോധിച്ചാൽ നമുക്ക് നന്നായി തിരിച്ചറിയുന്നതാണ്. ഇന്നത്തെ യുവതീ യുവാക്കളെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, സ്ത്രീകളാരും പഴയതുപോലെ വീട്ടിൽ 4 ചുവരുകൾക്കിടയിൽ തളച്ചിടുന്ന ഒരു കാലം കടന്നുപോയി. അവർ സമൂഹത്തിൻ്റെ നാനാ തുറകളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന, എപ്പോഴും സഞ്ചരിക്കുന്ന ആളുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർ അണിയുന്ന ആഭരണങ്ങളുടെ അളവ് വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ യുവത്വം ഏറെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു നടക്കുന്നതിനേക്കാളും നല്ല പാർപ്പിടം, നല്ല വസ്ത്രം, നല്ല വാഹനം, നല്ല ഭക്ഷണം, ജീവിത നിലവാരം ഉയർത്തുന്നതിലാണ് ശ്രദ്ധയൂന്നുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും സ്വർണ്ണാഭരണങ്ങൾ കൂടുതലായി അണിഞ്ഞു നടക്കുന്നത് വ്യക്തികളുടെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ സ്വർണം ഇരിക്കുന്നുണ്ടെങ്കിലും അത് അണിയാൻ ഇന്ന് പൊതുവെ യുവത്വം മടിച്ചു നിൽക്കുന്നു. അവർ ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നാണ് ചിന്തിക്കുന്നത്. ഭാരങ്ങളില്ലാതിരുന്നാൽ യാത്ര കുറച്ചുകൂടി സൗകര്യപ്രദമാണ്, ഏറെ സൗകര്യപ്രദമാണ് എന്ന ചിന്തയിലാണ്. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ കേണു നടക്കുന്നു എന്ന പരസ്യവാചകം കേൾക്കാത്ത മലയാളി ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. എന്നാൽ ആ പരസ്യവാചകത്തെ ഓരോരുത്തരും ഗ്രഹിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളതിലാണ് എൻ്റെ സന്ദേഹം. ആ പരസ്യം പലപ്പോഴും എന്നെക്കൊണ്ട് ചിന്തിപ്പിച്ചിട്ടുള്ളത് വീട്ടിൽ സ്വർണം വച്ചിട്ടുള്ള ഏതവനെങ്കിലും കേഴാതെ മറ്റെന്താണ് ചെയ്യാൻ കഴിയുക എന്നതാണ്. വീട്ടിൽ സ്വർണം വെച്ച് അവന് സ്വതന്ത്രനായി ഫ്രീ മൈൻഡോടുകൂടി ഒന്ന് പുറത്തേക്ക് പോകാൻ കഴിയുമോ?
ഒരു യാത്ര പുറപ്പെടാൻ കഴിയുമോ? ആ സ്വർണം അവൻ്റെ ഭവനം ഭേദിച്ച് ആരെങ്കിലും കവർന്നു കൊണ്ടുപോകില്ല എന്ന് എന്തുറപ്പാണ് അവനുള്ളത്? അപ്പോൾ വീട്ടിൽ സ്വർണം വെച്ചിട്ടുള്ളവൻ കേഴേണ്ടി വരും. ഇനി വീട്ടിൽ ആരെങ്കിലും ഉണ്ട്, മാതാപിതാക്കൾ, വയസ്സായ മാതാപിതാക്കളുണ്ട്, സ്വർണവും ഉണ്ടെങ്കിൽ ഈ സ്വർണം തൻ്റെ മാതാപിതാക്കളുടെ ആയുസ്സിനെ തന്നെ ബാധിക്കുമോ എന്ന സന്ദേഹം. എന്നാൽ ഈ സ്വർണം തൻ്റെ യാത്രയ്ക്കൊപ്പം തൻ്റെ വാഹനത്തിൽ കരുതിയേക്കാം എന്ന് കരുതിയാലോ? യാത്ര നമുക്കറിയാം, നമ്മളുടെ യാത്രകൾ ദുർഘടമാണ്, വാഹനങ്ങൾ പെരുകിയിരിക്കുന്നു, അപകടങ്ങൾ സർവ്വസാധാരണമായിരിക്കുന്നു. നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കണ്ടിട്ടുണ്ട്, അപകടം നടന്നിടത്തേക്ക് ഓടിക്കൂടിയവരിൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് പകരം ആ വാഹനത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ കവർന്നു കൊണ്ടുപോവുകയും ഈ അപകടത്തിൽപ്പെട്ടവരെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ വീട്ടിൽ സ്വർണം വെച്ചാൽ അത് കുഴപ്പമാകുമെന്ന് തിരിച്ചറിഞ്ഞ് അത് തൻ്റെ യാത്രയിൽ തനിക്കൊപ്പം എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് അതിൽ കൂടുതൽ അപകടം വരുത്തുന്നു. ഇങ്ങനെ വിവിധ കാരണങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ വീട്ടിൽ സ്വർണം വെച്ചിട്ട് കേഴുകയല്ലാതെ എന്ത് ചെയ്യാനാണ്? ഇനി ഈ സ്വർണം വാങ്ങിയാൽ അത് സംരക്ഷിക്കാൻ നമ്മൾക്ക് വീട്ടിൽ വെക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ ബാങ്ക് ലോക്കറുകളിൽ വെക്കേണ്ടി വരും. ബാങ്ക് ലോക്കറിൽ വെച്ചാലോ അതിന് നമ്മൾ പ്രത്യേക ചാർജുകൾ നൽകേണ്ടി വരും. നമ്മുടെ കയ്യിലിരുന്ന പണം ഉപയോഗിച്ച് സ്വർണം വാങ്ങിയതിൻ്റെ പേരിൽ നമ്മൾ പിന്നെയും ചെലവ് ചെയ്യേണ്ടി വരുന്നു നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് എന്നുള്ളതാണ് ഒരു വിഷയം. എല്ലാവരും പറയും കയ്യിൽ സ്വർണമുണ്ടെങ്കിൽ പേടിക്കാനില്ല, ഒരാവശ്യം വരുന്ന സമയത്ത് പണയം വെക്കാമല്ലോ, വിൽക്കാമല്ലോ എന്നൊക്കെ. വിൽക്കാൻ പോയാലത്തെ അവസ്ഥ യഥാർത്ഥത്തിൽ ഒരത്യാവശ്യമെന്ന് വിൽക്കാൻ നടന്നിട്ടുള്ളവർക്ക് മാത്രം തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ് സ്വർണത്തിൻ്റെ വിലയും അത് വാങ്ങുമ്പോൾ അന്ന് പണ്ടുണ്ടായിരുന്ന ഓരോ വർഷത്തെയും വ്യത്യസ്തമായ റേറ്റുകൾ കൊടുത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു 95 കാലയളവിൽ ഒരു 3000 രൂപ വിലയുണ്ടായിരുന്നത് ഇപ്പോൾ 50,000-ന് മുകളിലെത്തി നിൽക്കുന്നു. വലിയ വർധനവ് തന്നെയാണ്. എന്നാൽ അത് വിൽക്കാൻ നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു തുകയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഒരു മോഷ്ടാവ് തൻ്റെ മോഷണം മുതൽ വിൽക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റിയോടെ കിട്ടുന്നത് ലാഭം എന്ന് വിചാരിച്ച് വിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ വിൽക്കുന്നതിൻ്റെ കാര്യം അതങ്ങനെയാണ്. ഇനി പണയം വെക്കാമെന്ന് കരുതിയാലോ? പണയം വെച്ചാൽ നമ്മൾ 1 മാസത്തിനുള്ളിൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ എടുക്കാം, 1 വർഷത്തിനുള്ളിൽ എടുക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്തയോടെയാണ് വയ്ക്കുക. പലപ്പോഴും സാധാരണക്കാരൻ്റെ ജീവിത സാഹചര്യങ്ങൾ അവൻ കണക്ക് കൂട്ടിയ പോലെയൊന്നും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ തക്ക വിധത്തിലായിരിക്കില്ല അവൻ്റെ സാമ്പത്തിക സ്ഥിതി. അപ്പോൾ അവൻ വിചാരിച്ച സമയത്ത് തിരിച്ചെടുക്കാൻ കഴിയില്ല. വെച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും, അതൊരു ബാങ്ക് ആണെങ്കിലും ഇനി പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും വിളി വരുമ്പോൾ അയ്യോ എടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, എന്താണ് ചെയ്യുക എന്നൊരു ചോദ്യത്തിന് ഒരുപക്ഷെ അവർ വളരെ ഈസിയായ ഒരു സൊല്യൂഷൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയും, എങ്കിൽ കൂട്ടിവെച്ചാലോ, ആ പലിശയും കണക്കാക്കി നമുക്ക് കൂട്ടിവെച്ചാലോ എന്ന്. കാരണം സ്വർണത്തിന് അനുദിനം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് ഈ പണയം എടുത്തിരിക്കുന്ന സ്ഥാപനത്തിന് വളരെ ഈസിയാണ് അത് കൂട്ടിവെക്കാൻ, അവർക്ക് നഷ്ടമാകുമെന്ന ഒരു കാര്യമില്ല. അപ്പോൾ അതങ്ങനെ കുറച്ച് വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും അയാൾ അത് എടുക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയാൽ അതിനെ സമീപിക്കുമ്പോൾ ഒരു പക്ഷേ അയാൾ അന്ന് പണയം വച്ചപ്പോൾ എത്രയാണോ ലഭിച്ചത് അതിൻ്റെ ഇരട്ടിയിലധികം തുക പലിശയും കൂട്ടുപലിശയുമായി ചേർന്ന് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഇത് ബാങ്കിൽ പണയം വെച്ചതിന് ശേഷം എടുക്കുന്നില്ല, ഞാൻ പൊക്കോട്ടെ, ജപ്തി ചെയ്ത് പോയിക്കോട്ടെ എന്ന് തീരുമാനിക്കുകയാണെങ്കിലോ, ജപ്തി ചെയ്യുമ്പോൾ ഇനി സ്വർണത്തിൻ്റെ ഇപ്പോഴുള്ള വിലയിൽ നിന്നും ക്രമേണ അത് പുറകോട്ട് വരികയാണെങ്കിൽ ബാങ്ക് അത് ഏത് സ്ഥാപനമാണോ നമുക്ക് പണയം വെച്ചിട്ടുള്ളത്, നമ്മൾ പണയം വെച്ചിട്ടുള്ള ഏത് ബാങ്കാണോ ഏത് സ്ഥാപനമാണോ ആ സ്ഥാപനം അവർ കൊടുത്തിരിക്കുന്ന പണത്തിൽ നിന്നും കുറവിലോട്ട് ഇതിൻ്റെ വില വരുന്നൊരു സാഹചര്യത്തിൽ അവർ വിൽക്കും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചടയ്ക്കേണ്ടിയിരുന്ന തുകയ്ക്ക് തക്കതായ ഒരു തുക അവർ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ലേലം ചെയ്യുമ്പോൾ ലഭിക്കുന്നില്ലെങ്കിൽ അതിന് ബാക്കി തുക നമ്മൾ തീർച്ചയായും എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെ ജപ്തി ചെയ്യുമെന്ന പ്രശ്നവും വരും. അപ്പോൾ സ്വർണം വാങ്ങിയാൽ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണം വാങ്ങിയാൽ നമുക്ക് അത് പ്രയോജനപ്പെടുന്നില്ല, നമ്മളുടെ ഒരു അത്യാവശ്യം വരുന്ന സാഹചര്യത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടി വരുമ്പോൾ വീണ്ടും നമ്മൾ സമ്പാദിച്ച് കൊണ്ടുവരുന്ന തുകകൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് സംഭവിക്കുന്നത് എന്ന് പലരും തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ
നമ്മൾ പിന്നോട്ട് പോന്നേക്കാം. ഈ സ്വർണം വാങ്ങുക എന്ന ആഗ്രഹത്തിൽ നിന്നും പിന്നോട്ട് പോന്നേക്കാം. സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന വസ്തുതയാണ് ഏതൊരു സാധനത്തിൻ്റെയും വില ഉയർത്തുന്നത്. ആവശ്യക്കാരേറെയുണ്ടോ അപ്പോഴൊക്കെ ഈ ലഭ്യമാകുന്ന സാധനം ലഭ്യത കുറയുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ വില അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആ വസ്തു എപ്പോഴും ഒരേ അളവിൽ ലഭ്യമാണ്, ആവശ്യക്കാർ കുറയുകയാണെങ്കിലോ ചിലപ്പോൾ ഈ സാധനത്തിൻ്റെ വില കുറഞ്ഞു വന്നേക്കാം. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ യുവത്വത്തിൻ്റെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സ്വർണത്തിൻ്റെ വില ഒരുപക്ഷെ കുറഞ്ഞേക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ഇതിനൊരു പോംവഴി എന്ന് ചിന്തിക്കുന്നിടത്താണ് ഷെയർ മാർക്കറ്റിൻ്റെ സാധ്യത വീണ്ടും ശക്തമായി തെളിഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് നിർബന്ധമായും സ്വർണം തന്നെ വാങ്ങാൻ കഴിയൂ, അല്ലെങ്കിൽ വാങ്ങണമെന്ന ആണ് ചിന്തയെങ്കിൽ അതിനുള്ള മാർഗം ഷെയർ മാർക്കറ്റ് തരുന്നുണ്ട്. നിങ്ങൾ ഇന്നത്തെ പോലെ 1 പവൻ 10 പവൻ 100 പവൻ എന്ന് ഒരുമിച്ച് വാങ്ങേണ്ടതില്ല. നിങ്ങളുടെ കയ്യിൽ സ്ഥിര വരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും നിങ്ങൾ ഒരു ചെറിയ തുകയ്ക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുകയ്ക്ക് വാങ്ങാവുന്ന രീതിയിൽ ആണ് ഇതിന്റെ വില ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഗോൾഡ് ബീസ് എന്ന് പറയുന്ന ETF ഗോൾഡ് നമുക്ക് വാങ്ങാൻ കഴിയും. ETF എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ്. ഗോൾഡ് ബീസിന്റെ വെയിറ്റ് കണക്കാക്കുന്നത് 0.01 ഗ്രാം എന്നാണ്. അതിന് ഇപ്പോൾ 55 രൂപ 56 രൂപ റേഞ്ചിലാണ്. ഒരു 1.5 മാസം ബാക്കിൽ അതിൻ്റെ വില 49 രൂപ എന്ന ലെവലിലായിരുന്നു. അതുപോലെ മാസങ്ങൾ പിന്നോട്ട് വർഷങ്ങൾ പിന്നോട്ട് കണക്കാക്കിയാൽ അതിൻ്റെ വില വളരെ കുറവായിരുന്നു. അപ്പോഴൊക്കെ നമ്മളുടെ നിത്യജീവിതത്തിൽ നിന്നും ഒരു ഗോൾഡ് പീസ് വാങ്ങാമെന്ന് കരുതിയാൽ ഇന്നത്തെ പൈസ കണക്കാക്കുകയാണെങ്കിൽ ഒരു ഹോട്ടലിൽ നമ്മൾ വെറുതെ കയറി ഇറങ്ങുമ്പോൾ പോലും ചിലവാകുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു 4 ഗോൾഡ് പീസിൻ്റെ പൈസയായിരിക്കും. ഒരുവൻ ഞാൻ ഇന്ന് ഹോട്ടലിൽ കയറുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പോലും അയാളുടെ ഒരു ദിവസത്തിൽ നിന്ന് ഒരുപക്ഷെ 2 ഗോൾഡ് പീസ് വാങ്ങാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡ് പീസ് 0.01 ഗ്രാം ആണെങ്കിൽ അത് 2 വാങ്ങി. അങ്ങനെ അയാളുടെ കയ്യിൽ മിച്ചം വരുന്ന തുകയിൽ നിന്ന് എപ്പോഴൊക്കെ അയാൾക്ക് സ്വർണം വാങ്ങണമെന്ന തോന്നൽ വരുന്നോ അപ്പോഴൊക്കെ ഈ തരത്തിൽ വാങ്ങിക്കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഏതൊരു സന്ദർഭത്തിലും അയാൾക്ക് വിൽക്കണമെന്ന് തോന്നുന്ന ഒരാവശ്യത്തിൽ ഒരു സമയത്ത് അയാൾക്ക് തൻ്റെ കൈവശമുള്ള തൻ്റെ അക്കൗണ്ടിലുള്ള ഈ പറയുന്ന ഗോൾഡ് പീസ് വളരെ ലളിതമായി ഒരു ക്ലിക്കിൽ വിറ്റ് കളയാനും പിറ്റേ ദിവസം അതേ തുക അയാളുടെ അക്കൗണ്ടിലോട്ട് നീക്കാനും കഴിയും. അപ്പോൾ അയാൾക്ക് 1 രൂപ പോലും നഷ്ടമാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മെറ്റീരിയൽ ഗോൾഡ് വാങ്ങി അതിനെ വിൽക്കണമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് പണിക്കൂലി, പണിക്കുറവ്, അതുപോലെ അതിൽ ആഭരണത്തിൽ അഴുക്ക് പുരണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞ് അനവധി തരത്തിലുള്ള കട്ടിങ്ങുകൾക്ക് നമ്മൾ വിധേയരാവേണ്ടി വരുന്നു. എന്നാൽ ഇത്തരം ഗോൾഡ് പീസ് വാങ്ങുകയാണെങ്കിലോ നമ്മൾക്ക് യാതൊരുവിധ നഷ്ടവുമില്ല. നമ്മൾ വാങ്ങണമെന്ന് തോന്നുമ്പോഴൊക്കെ പലപ്പോഴായി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരാവശ്യം വന്നപ്പോൾ അതിൽ ഒരു നിശ്ചിത എണ്ണം അളവ് അല്ലെങ്കിൽ പൂർണ്ണമായും വിറ്റ് കളയാൻ കഴിയുന്നു. ആ തുക പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തീർച്ചയായും നമ്മളുടെ അക്കൗണ്ടിലോട്ട്, ബാങ്ക് അക്കൗണ്ടിലോട്ട് പിൻവലിക്കാൻ കഴിയുന്നതാണ്. നമ്മൾക്ക് യഥാർത്ഥത്തിൽ മെറ്റീരിയൽ ഗോൾഡ് വാങ്ങേണ്ടി വരികയാണോ എങ്കിൽ അന്നേരം ഈ തരത്തിൽ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുള്ള, നമ്മൾ സമ്പാദിച്ചിട്ടുള്ള ഗോൾഡ് പീസ് വിറ്റ് കളഞ്ഞതിന് ശേഷം ആ തുക പിൻവലിച്ചുകൊണ്ട് നേരെ ഒരു സ്വർണ്ണക്കടയിൽ ചെന്നാൽ ആവശ്യമുള്ള സ്വർണം വാങ്ങി വരാനും കഴിയും. ഇനി നമ്മൾ മുൻപേ ചിന്തിച്ചതിൽ നിന്നും നമുക്ക് ബോധ്യപ്പെട്ടു, നമ്മളുടെ അധ്വാനത്തിൽ നിന്ന്, സമ്പാദ്യത്തിൽ നിന്ന് നമ്മൾ എപ്പോഴൊക്കെ മെറ്റീരിയൽ ഗോൾഡ് വാങ്ങുന്നോ അപ്പോഴൊക്കെ നമ്മുടെ പണം, നമ്മുടെ സമ്പാദ്യം ഒരു തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും പിന്നെ 1 രൂപയുടെ വരുമാനം ഉണ്ടാവുന്നില്ല. എന്നാൽ സ്വർണത്തിൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ മൂല്യം വർദ്ധിച്ചേക്കാം. എന്നാൽ ആ വർദ്ധിത മൂല്യം നമുക്ക് ലഭ്യമാകണമെങ്കിൽ അത് നമ്മൾ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ ഈസിയായി മാർക്കറ്റിൽ വിറ്റുപോകാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ മാത്രമാണ് അത് ഇന്ന് അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് ബോധ്യമാകും. എന്നാൽ നമ്മൾ ഈ തരത്തിൽ സ്വർണം വാങ്ങാൻ വേണ്ടി ചിലവഴിക്കുന്ന പൈസ നമുക്ക് ഒരു വരുമാനവും കൂടി തരുന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാമല്ലോ, അല്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നിടത്താണ് വീണ്ടും
സ്റ്റോക്ക് മാർക്കറ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായ ഒരു സാധ്യതയായി മാറുന്നത്. അതെങ്ങനെയാണെന്നല്ലേ? താല്പര്യമുണ്ട്, നിർബന്ധ ബുദ്ധിയാണ് സ്വർണം വാങ്ങണമെന്ന് എങ്കിൽ മാത്രം ഗോൾഡ് പീസ് വാങ്ങാൻ മെനക്കെട്ടാൽ മതി. അതിനു പകരം നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനികളുടെ ഷെയർ വാങ്ങണം എന്ന് തീരുമാനിച്ചാലോ? കമ്പനികൾ വളരുന്നതൊപ്പം ആ ഷെയറിൻ്റെ മൂല്യവും വർദ്ധിക്കും. ഒരു പക്ഷേ സ്വർണം വളരുന്നതിൻ്റെ എത്രയോ ഇരട്ടി വളർന്നേക്കാം. നമ്മൾ അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ മുൻ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞ സമയം കൊണ്ട് വളരെ വളർന്നു പോയ വളരെ വില കൂടിയ പല ഷെയറുകളുടെയും പേര് നിങ്ങളിന്ന് പരിശോധിച്ചാൽ തന്നെ അതൊക്കെ ആർക്കും പരിശോധിക്കാൻ പറ്റും. പരിശോധിച്ചാൽ തന്നെ തിരിച്ചറിയാൻ കഴിയും ഏതൊക്കെയാണ് വളരാൻ സാധ്യതയുള്ള ഷെയറുകൾ എന്ന് നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. ഇന്ന് അത്തരത്തിൽ ഡാറ്റകൾ പരിശോധിച്ചുറപ്പിച്ചതിന് ശേഷം വളരാൻ സാധ്യതയുള്ള കമ്പനികളുടെ ഷെയർ ഏതെന്ന് നമുക്ക് തന്നെ നിശ്ചയിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു ഷെയർ വാങ്ങുകയാണെങ്കിലോ, ഇന്നിപ്പോൾ നമ്മൾ മാരുതിയുടെ ഷെയർ വാങ്ങുകയാണെങ്കിൽ 11,700 വരെയാണ് അതിൻ്റെ വില എത്തി നിൽക്കുന്നത് ഇപ്പോൾ. എന്നാൽ അതൊരു 10 കൊല്ലം ബാക്കിൽ അതിൻ്റെ വില അതിൻ്റെ 10-1 പോലും 20-1 പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ കമ്പനികളുടെ ഷെയർ അതത് വർഷം അവരുടെ ലാഭവിഹിതത്തിൽ നിന്നും 1% ഒരു പ്രത്യേക അളവ് എത്ര ഒരു ഷെയർ ഹോൾഡറിന് അയാളുടെ കൈവശമുള്ള ഷെയറുകൾക്ക് ആനുപാതികമായി ആ കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത് ഒരു മാരുതിയുടെ ഷെയറാണ് എന്ന് വിചാരിക്കുക. ഒരു വർഷം 11,000 ചില്ലറ രൂപ, 11,700 12,000 വിലയുള്ള മാരുതിയുടെ ഷെയർ നമുക്ക് 90 രൂപ ലാഭവിഹിതമായി ഡിവിഡൻഡായി നൽകുന്നുണ്ട്. അപ്പോൾ അത് മാരുതി എന്ന് പറയുന്നത് ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ്. അതുപോലെ തന്നെ നമ്മൾ വ്യത്യസ്ത സെക്ടറിൽപ്പെട്ട ഷെയറുകളെ പരിശോധിക്കാൻ പറ്റും. നമ്മളിപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ SBIൻ്റെ ഷെയർ വാങ്ങുകയാണെങ്കിൽ അത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ്. ആ ബാങ്കിൻ്റെ ഒരു ഷെയർ വാങ്ങുകയാണെങ്കിൽ ഇന്ന് അതിനുള്ള വില 770 രൂപയാണ്. ഒരു 2-3 മാസം ബാക്കിൽ അതിൻ്റെ വില 550-580 എന്ന നിലവാരത്തിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വന്നിരിക്കുന്ന ഇത്രയും മാർക്കറ്റ് ബൂം ചെയ്തപ്പോൾ വന്നിരിക്കുന്ന റേറ്റ് 770-80 റേഞ്ച് വരെയാണ്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു ഷെയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വർഷം ഡിവിഡൻഡായി കിട്ടുന്നത് 11 രൂപയാണ്. അപ്പോൾ 770 രൂപയുടെ ഒരു സാധനം വാങ്ങി വെച്ചാൽ അത് നമ്മളുടെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെ നമ്മൾ ഒരു വിധത്തിലും ഇടപെടാതെ തന്നെ അതിൻ്റെ വിലയും മൂല്യവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നതിലുപരി അത് നമ്മൾ മുടക്കിയിരിക്കുന്ന പൈസയ്ക്ക് തത്തുല്യമായ ഒരു വരുമാനം തന്നുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾക്കറിയാം FACT എന്ന് പറയുന്ന നമ്മളുടെ വളനിർമ്മാണ കമ്പനി, നമ്മൾക്ക് ഏവർക്കും സുപരിചിതമായ വളനിർമ്മാണ കമ്പനി 4 വർഷം ബാക്കിൽ ഏതാണ്ട് 30 രൂപയുണ്ടായിരുന്ന ഫാക്റ്റിൻ്റെ ഒരു ഷെയർ നമ്മൾക്ക് നൽകുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 1 രൂപയാണ്. അത് ഇന്ന് 900 രൂപ വരെ അതിൻ്റെ വില എത്തിയിരിക്കുന്നു, ആ ഒരു ഷെയറിൻ്റെ വില. അപ്പോൾ അത് എത്ര ശതമാനമാണ് വളർന്നിട്ടുള്ളത്? അത് പോയിട്ട് അതിൻ്റെ എത്രയോ ചെറിയ ഒരു വളർച്ചയാണ് നമുക്ക് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ IT കമ്പനിയായി കണക്കാക്കുകയാണെങ്കിൽ TCSൻ്റെ ഒരു ഷെയറിൻ്റെ വില ഇന്ന് 4000-ലധികമാണ്. 4000 രൂപ മുടക്കുമ്പോൾ അത് ആ ഷെയറിൻ്റെ മൂല്യം കാലം പോകുന്നതിനനുസരിച്ച് വളർന്നുകൊണ്ടേയിരിക്കും എന്നതിലുപരി അത് നമ്മൾക്ക് ഈ 4000 രൂപ മുടക്കുമ്പോൾ ഒരു 18 രൂപ ഡിവിഡൻഡായി നൽകുന്നു എന്നതും വേറൊരു കാര്യമാണ്. അപ്പോൾ ഈ തരത്തിൽ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മളുടെ പണം ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ ഷെയറിൻ്റെ മൂല്യം സ്വർണത്തിനെ അപേക്ഷിച്ച് എത്രയോ അധികം വളരും എന്നതിലുപരി നമ്മൾ ഇന്നും ഷെയർ വാങ്ങാൻ മുടക്കുന്ന പണത്തിന് ഒരു ആനുപാതികമായ ഒരു ചെറിയ ഇൻട്രസ്റ്റ് എന്ന നിലവാരത്തിലുള്ള ഒരു വരുമാനവും നമ്മളുടെ യാതൊരു ഇടപെടലുകളും കൂടാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരും എന്നുള്ളതാണ്. നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഷെയർ മാർക്കറ്റ് ഒരു ചൂതാട്ടമോ എന്ന വീഡിയോയിൽ ഒരു പ്രേക്ഷകൻ അയാളുടെ അനുഭവം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു: 6 മാസം ബാക്കിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആ വ്യക്തിക്ക് ഇപ്പോൾ 1,47,000 രൂപയോളം അതിൻ്റെ മൂല്യം ഉയർന്നിട്ടുണ്ട്, 10,000 രൂപയോളം ഡിവിഡൻഡ് ഇനത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്ന്. ആ വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ഓരോ വ്യക്തികളും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഒട്ടനവധി ഇൻസ്പിരേഷൻ നൽകുന്ന, നമ്മളെ
മറ്റ് കാഴ്ചക്കാരെയും ഈ സന്ദേശങ്ങൾ വായിക്കുന്നവരെയും ഇൻസ്പയർ ചെയ്യുന്ന സന്ദേശങ്ങളിൽ നിന്നും ഒരെണ്ണം പ്രത്യേകം ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ സ്വർണമായിരുന്നു ആ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിരുന്നത് എങ്കിൽ നമ്മൾക്ക് എന്തായിരുന്നു? വീട്ടിൽ സ്വർണം വെച്ചിട്ട് നാട്ടിൽ എന്തിന് കേണ് നടക്കുന്നു എന്ന അവസ്ഥ. എന്നാൽ 10,000 രൂപ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡിവിഡൻഡ് ഇനത്തിൽ ലഭിച്ചു. ഒപ്പം തന്നെ അയാളുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് 50% വളർച്ചയും തന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ യുവത്വം അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുന്നതാണ്. അവരുടെ താല്പര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, അവരുടെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. വരും കാലങ്ങളിൽ ഓരോ വ്യക്തികളും തമ്മിൽ ഇടപെടുമ്പോൾ അവർ സംസാരിക്കുന്ന വിഷയം നിൻ്റെ കൈവശം ഏതെല്ലാം ഷെയറുകളുണ്ട്, എത്ര ഷെയറുകളുണ്ട്, ഏതിനാണ് കൂടുതൽ വളർച്ച വരുന്നത്, ആ തരത്തിൽപ്പെട്ടവ അപ്പുറം സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കാം. ഒരാളുടെ ആസ്തി അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ഇനി എത്ര ഷെയറുണ്ട് എന്നുള്ളതായിരിക്കാം ചോദ്യം വരിക. അതിനു പകരം എത്ര സ്വർണമുണ്ട് എന്നുള്ള ചോദ്യം ക്രമേണ ഈ സമൂഹത്തിൽ നിന്ന് മാഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഷെയർ മാർക്കറ്റ് സ്വർണത്തിനും ഒരു ഭീഷണിയായേക്കാം കാര്യങ്ങളെ തിരിച്ചറിയുന്നതിലൂടെ എന്നതാണ് എൻ്റെ ചിന്ത. നമ്മുടെ ചാനലിൽ യുവത്വം നാടുവിടുന്നത് എന്തിന് എന്ന ടോപ്പിക്കുമായി ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനു അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകളും നമ്മൾക്ക് ഒരുപാട് പ്രചോദനം നൽകുന്നതാണ്. കാരണം ഇന്നത്തെ യുവത്വം മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിനെ നമ്മളെ കൺവിൻസ് ചെയ്യുന്ന അഭിപ്രായ നിർദ്ദേശങ്ങളാണ് അതിൽ വന്നിരിക്കുന്നതിൽ ഭൂരിഭാഗവും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് ഏതൊരു സാധാരണക്കാരൻ്റെയും ജീവിതത്തിലോട്ട് ഒരു സാധ്യതയായി കിടന്നു ചെല്ലാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവയൊക്കെ. അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഒരു ചിന്ത നൽകുന്നു എങ്കിൽ, നിങ്ങൾക്കും ഈ സബ്ജക്റ്റ് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനലിൽ നിങ്ങളുടെ ലൈക്കുകൾ ചേർക്കണം. ഈ ചിന്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് പങ്കുവെക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അതായിരിക്കാം നാളെ മറ്റൊരു വീഡിയോയ്ക്ക് കാരണമാകാവുന്നത്. അതുകൊണ്ട് അത് വ്യക്തമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരം സബ്ജക്റ്റുകളുമായി സംവദിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമാകുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായി കടന്നു വരുന്ന ആളാണ് എങ്കിൽ, ആദ്യമായി കാണുന്നതാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റ് വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ചേർക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും സന്ധിക്കാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.